ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആര്? റൂസോ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആര്? AP അനിൽകുമാറാണ് നിലവിലെ നമ്മുടെ റവന്യൂ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫ്രഞ്ച് വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റൂസോ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കിയിട്ട് വരാം. റൂസോ ജനിച്ചത് സ്വിറ്റ്സർലാൻഡിലാണ് റൂസോ ജനിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ആശയങ്ങളാണ് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിൽ പ്രതിഫലിക്കുന്നത്. റൂസോയുടെ പ്രസിദ്ധമായ കൃതിയാണ് സോഷ്യൽ കോൺട്രാക്ട്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ബൈബിൾ, ആധുനിക ജനാധിപത്യത്തിൻ്റെ സുവിശേഷം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ദി സോഷ്യൽ കോൺട്രാക്റ്റ് ആണ്. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് റൂസോ എഴുതിയ കൃതിയാണ് എമിലി. റൂസോയുടെ ആത്മകഥയാണ് കുംഭസാരങ്ങൾ. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോയാണ്. റഷ്യൻ വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ലിയോ ടോൾസ്റ്റോയി. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ രാജാറാം മോഹൻ റോയ്. പാകിസ്ഥാൻ്റെ പ്രവാചകൻ മുഹമ്മദ് ഇക്ബാലാണ്. ആധുനിക ഫ്രാൻസിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ബോണപ്പാർട്ടാണ്. ആധുനിക റഷ്യയുടെ ശില്പി എന്നറിയപ്പെടുന്നത് പീറ്റർ ചക്രവർത്തി. ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നത് ദയാനന്ദ സരസ്വതി. ഇന്ത്യൻ ദേശീയതയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് സുരേന്ദ്രനാഥ ബാനർജി. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാലഗംഗാധര. ഫ്രഞ്ച് വിപ്ലവത്തിന് ഉത്തേജനം നൽകിയ ചിന്തകന്മാരാണ് റൂസോ, വോൾട്ടയർ, മോണ്ടസ്ക്യൂ. ഫ്രഞ്ച് ചിന്തകനായ വോൾട്ടയർ യുക്തിചിന്ത, സമത്വം, മനുഷ്യസ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിച്ചു. വോൾട്ടയറിൻ്റെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് ദി ഏജ് ഓഫ് ലൂയി 14. ജനാധിപത്യത്തെയും റിപ്പബ്ലിക്കിനെയും പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ചിന്തകനാണ് മൊണ്ടസ്ക്യൂവിൻ്റെ പ്രധാനപ്പെട്ട കൃതിയാണ് നിയമങ്ങളുടെ അന്തസത്ത, ദ സ്പിരിറ്റ് ഓഫ് ലാസ്. ലോകത്തെ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചിരുന്ന ഭരണാധികാരിയാണ് ലൂയി 14. പ്രസ്താവന 1. സമമർദ്ദ രേഖകൾ തമ്മിലുള്ള അകലം കൂടുതലാണെങ്കിൽ മർദ്ദചെരിവ് കൂടുതലായിരിക്കും. പ്രസ്താവന 2. മധ്യരേഖാ പ്രദേശങ്ങളിൽ നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. 2 പ്രസ്താവനകൾ ശരിയായത് ഏതാണെന്നാണ് ചോദ്യം. പ്രസ്താവന 2 ശരി. ഒരേ അന്തരീക്ഷ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദ രേഖകൾ അല്ലെങ്കിൽ ഐസോബാർസ്. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കൂടുതലാണെങ്കിൽ അവിടെ ഉച്ചമർദ്ദ മേഖല അല്ലെങ്കിൽ ഹൈ പ്രഷർ ഏരിയ ആയിരിക്കും. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു പ്രദേശത്ത് അന്തരീക്ഷ മർദ്ദം കുറവാണെങ്കിൽ അവിടെ ന്യൂനമർദ്ദ മേഖല അല്ലെങ്കിൽ ലോ പ്രഷർ ഏരിയ ആയിരിക്കും. സമമർദ്ദ രേഖകളുടെ സഹായത്തോടെയാണ് മർദ്ദത്തിൻ്റെ തിരശ്ചീന തല വിതരണ ക്രമം മനസ്സിലാക്കുന്നത്, അതായത് ഹൊറിസോണ്ടൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പ്രഷർ മനസ്സിലാക്കുന്നത്. ഒരു ന്യൂനമർദ്ദ വ്യൂഹത്തിൻ്റെ മധ്യഭാഗത്ത് ഒരു ന്യൂനമർദ്ദവും അതിനെ ചുറ്റി ഒന്നിലധികം സമമർദ്ദ രേഖകളും ഉണ്ടായിരിക്കും. ഒരു ഉച്ചമർദ്ദ മേഖലയുടെ മധ്യഭാഗത്ത് ഉച്ചമർദ്ദവും അതിനെ ചുറ്റി ഒന്നിലധികം സമമർദ്ദ രേഖകളും ഉണ്ടായിരിക്കും. സമമർദ്ദ രേഖകൾ ഒന്നിനൊന്ന് അകന്ന് സ്ഥിതി ചെയ്യുകയാണെങ്കിൽ മർദ്ദചെരിവ് കുറവായിരിക്കും. സമമർദ്ദ രേഖകൾ അടുത്തടുത്തായി കാണപ്പെടുന്ന ഇടങ്ങളിൽ മർദ്ദചെരിവ് കൂടുതലായിരിക്കും. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണ നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നതിന് കാരണമാകുന്ന ബലമാണ് കോറിയോലിസ് ബലം. ഈ ബലം ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റിൻ്റെ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനം ഉണ്ടാകുന്നു. കാറ്റിൻ്റെ വേഗം കൂടുന്തോറും വ്യതിചലനത്തിൻ്റെ അളവും കൂടുതലായിരിക്കും. ഭൂമധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർധനവ് ഉണ്ടാകുന്നു. ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ കോറിയോലിസ് ബലം അനുഭവപ്പെടുന്നില്ല. കോറിയോലിസ് ബലം ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്നത് ധ്രുവ പ്രദേശങ്ങളിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കാർഷിക സമ്പ്രദായം തീവ്ര ഉപജീവന കൃഷി അല്ലെങ്കിൽ ഇൻറ്റൻസീവ് സബ്സിസ്റ്റൻസ് അഗ്രികൾച്ചർ.
തീവ്ര ഉപജീവന കൃഷി. എന്താണ് തീവ്ര ഉപജീവന കൃഷി? ഏഷ്യയിൽ മൺസൂൺ മേഖലകളായ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ വൻതോതിൽ തീവ്ര ഉപജീവന കൃഷി കാണപ്പെടുന്നു. സാധാരണ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ചെറിയ സ്ഥലത്ത് കൃഷി ചെയ്യുന്നു. കൂടുതൽ അധ്വാനം ഇതിന് ആവശ്യമില്ല. കേരളത്തിൽ കൂടുതലായി അനുവർത്തിച്ചു വരുന്ന കൃഷി സമ്പ്രദായം തീവ്ര ഉപജീവന കൃഷി. പ്രധാന വിളകൾ അരി, ഗോതമ്പ്, ചോളം, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ എന്നിവയാണ്. അടിസ്ഥാനപരമായി തീവ്ര ഉപജീവന കൃഷി രണ്ടായി തരംതിരിക്കാം. നെൽകൃഷിക്ക് പ്രാധാന്യമുള്ള തീവ്ര ഉപജീവന കൃഷിയെന്നും നെല്ല് ഇതര വിളകൾക്ക് പ്രാധാന്യമുള്ള തീവ്ര ഉപജീവന കൃഷി. നെൽകൃഷിയുടെ പ്രാധാന്യമുള്ള തീവ്ര ഉപജീവന കൃഷി എന്തെന്നാൽ നെൽകൃഷിയുടെ ആധിപത്യമാണ് ഈ കൃഷിയുടെ പ്രത്യേകത. ഇത്തരം കൃഷിരീതി അവലംബിക്കുന്ന പ്രദേശങ്ങളിൽ ജനസാന്ദ്രത കൂടുതലായതിനാൽ കൃഷിഭൂമിയും വളരെ ചെറുതായിരിക്കും. യന്ത്ര ഉപയോഗം പരിമിതവും മിക്ക കാർഷിക പ്രവർത്തനങ്ങളും മനുഷ്യപ്രയത്നത്താൽ നടത്തി വരുന്നതുമാണ്. മണ്ണിൻ്റെ വളക്കൂറ് അല്ലെങ്കിൽ ഫലപുഷ്ടത വർദ്ധിപ്പിക്കുന്നതിനായി ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നു. സ്ഥലവിസ്തൃതിക്കനുസരിച്ച് നോക്കുമ്പോൾ ആദായം കൂടുതലും മനുഷ്യൻ്റെ അധ്വാനവുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഉൽപ്പാദനം കുറവുമായിരിക്കുന്ന കൃഷിരീതിയാണ് നെൽകൃഷിക്ക് അവലംബമായിട്ടുള്ള കൃഷിരീതി എന്ന് പറയുന്നത്. നെല്ല് ഇതര വിളകൾക്ക് പ്രാധാന്യമുള്ള തീവ്ര ഉപജീവന കൃഷി.